ഇന്ന് നെക്സോരിയൻ ടോക്സിൽ സംസാരിക്കുന്നത് ദുരന്തർ എന്ന ഹിന്ദി പടത്തെ പറ്റിയാണ്. 2025 ഡിസംബറിലാണ് ഈ പടം ഇറങ്ങിയത്. പിന്നീട് ഈ പടം വലിയ ഹിറ്റാവുകയും ആ ഒരു ഹൈപ്പിൽ നിന്നാണ് ഇത് കാണാൻ ഞാൻ തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയുടെ ഷോയിന് ലുലു മാൾ എടപ്പള്ളിയിലാണ് ഞാനിത് കാണാൻ പോകുന്നത്. TVRൽ അത്യാവശ്യം നല്ലൊരു ഓഡിയൻസ് തന്നെ ഇത്രയും നാളായിട്ടും ഈ പടത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഹൈപ്പ് പിന്നെയും കൂടി. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ബാക്കി സ്പൈ പടങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാകുന്നത് എന്താണെന്നാൽ ഇത് പാകിസ്ഥാനിൽ പോയിട്ടുള്ള സ്പൈൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഈ സ്പൈ ഓപ്പറേഷൻ ഇന്ത്യ നടത്തുന്നു എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ വളരെ മികച്ച രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കാണ്ഡഹാർ വിമാനറാഞ്ചലും പിന്നീട് വന്നിട്ടുള്ള പാർലമെൻറ്റിൽ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്ത ആ ഇൻസിഡൻറ്റുകളും, അതായത് ആ ബേസിലാണ് അന്നത്തെ IB ഓഫീസറായിട്ടുള്ള മാധവൻ ചെയ്യുന്ന ക്യാരക്ടർ പാകിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ ഒരു നോബഡിയിൽ നിന്നൊരു ഇൻഫ്ലുവൻസർ ആകുന്ന ഒരു സ്പൈനെ വേണമെന്ന് തീരുമാനിക്കുന്നതും അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന സ്പൈയാണ് നമ്മുടെ രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ആ കഥാപാത്രം എങ്ങനെ പാകിസ്ഥാനിൽ ചെന്നിട്ട് നോബഡിയിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസർ പേഴ്സൺ ആകുന്നു എന്നുള്ളതും, കൂടാതെ മുംബൈ അറ്റാക്കും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വേർഷനും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത് ഈ സിനിമയിൽ മുംബൈ അറ്റാക്ക് നടക്കുമ്പോൾ ആ ഭീകരരുടെ ഒരു സന്തോഷം നമ്മളിലേക്ക് കാണിക്കുന്നതും, പിന്നീട് ശരിക്കും മുംബൈ ആക്രമണം നടക്കുമ്പോൾ ശരിക്കുമുള്ള ആ തീവ്രവാദികളുടെ സംഭാഷണങ്ങൾ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നമ്മളെ കേൾപ്പിക്കുകയും ചെയ്യുന്നത് ഈ സിനിമയുടെ വളരെ ഹൈ മൂമെൻറ്റുകളിൽ ഒന്നായിട്ട് തോന്നുന്നു. ഈ മൂവി അറിയില്ല, ഭയങ്കര ഹൈപ്പിൽ പോയി കണ്ടതാണോ എന്നറിയില്ല, ഒരു ഓക്കെ ഫീലാണ് ഈ മൂവി എനിക്ക് തന്നിട്ടുള്ളത്. ഇതിലെ മ്യൂസിക്കും രൺവീർ സിംഗും അക്ഷയ് അടക്കമുള്ള താരങ്ങളുടെ പ്രകടനവും മികച്ചു നിന്നെങ്കിലും ഇതിൻ്റെ ഒരു ലോങ് ടൈം 3.5 മണിക്കൂറുള്ള ലോങ് ടൈം ഒരു ടയറിംഗ് വാച്ചാണ് എന്നിൽ സൃഷ്ടിച്ചത്. അതായത് എനിക്ക് പൂർണ്ണമായിട്ടും ഫുൾ ടൈം ഒരു എൻഗേജിങ് മൂവി എന്ന് പറയാൻ ഈ പടത്തിന് സാധിക്കില്ല. പക്ഷേ ഈ പടത്തിൽ നല്ല മൂമെൻറ്റ്സും ഉണ്ട്, അതുപോലെ ഞാൻ എൻജോയ് ചെയ്യാത്ത മൂമെൻറ്റ്സും ഉണ്ട്. ഇതിലെ ലവ് ട്രാക്കും സഞ്ജയ് ദത്ത് വരുന്ന പോർഷൻസും അതെല്ലാം അത്ര കണക്റ്റ് ആയില്ല. പിന്നെ ഇതിൻ്റെ മാർച്ചിൽ 2ാം ഭാഗമാണ് വരുന്നത്. ഒരു 2ാം ഭാഗം കാത്തിരിക്കുന്ന പോലത്തെ ഒരു എൻഡിങ് ഒന്നുമല്ല ഇതിലുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള അർജുൻ രാംപാലിൻ്റെയും മാധവൻ്റെയും ക്യാരക്ടേഴ്സ്, അവരുടെ കൂടുതൽ കാര്യങ്ങൾ ഇനി 2ാം ഭാഗത്തിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ രൺവീർ സിംഗ് വീണ്ടും എങ്ങനെ അവിടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിയാകുന്നു എന്നുള്ളതും 2ാം ഭാഗം കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷേ അതൊരു സിനിമ കണ്ടുള്ള ഹൈയിലുള്ള 2ാം ഭാഗം കാത്തിരിപ്പ് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാനാണ് അല്ലെങ്കിൽ സപ്പോർട്ടറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഭയങ്കര കോരിത്തെരിപ്പിക്കുന്ന പല മൂമെൻറ്റ്സും നൽകുന്നതായിരിക്കും. ഒരു ജിങ്കോയിസ്റ്റിക് പടമാണെങ്കിൽ കൂടി കുറച്ചും കൂടി റിയലായിട്ടുള്ളൊരു സ്പൈനെ ഇതിനകത്ത് കാണിച്ചു എന്നുള്ളത് ഈ പടത്തിൻ്റെ പോസിറ്റീവുകളിലൊന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയുമാണ് എനിക്ക് ഈ പടത്തെ പറ്റിയുള്ള അഭിപ്രായം.